ലോകപ്രശസ്തമായ പനാമ കനാലിനെക്കുറിച്ച് കേൾക്കാത്തവരായി നമ്മളിൽ ആരും ഉണ്ടാകില്ല. ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ് പനാമ കനാൽ. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് പസഫിക് സമുദ്രത്തിലേക്കും അതുപോലെ തിരിച്ചും സഞ്ചരിക്കുവാൻ കപ്പലുകൾ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും നല്ല കുറുക്ക് വഴിയാണ് പനാമ കനാൽ. കോടികളോളം രൂപയാണ് പനാമ കനാലിലൂടെ പോകുന്നതിന് ടോളായി നൽകേണ്ടത്. എന്നിട്ടും വർഷത്തിൽ 15,000-ഓളം കപ്പലുകൾ ഇതിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അതായത് ഒരു ദിവസം 40ഓളം കപ്പലുകൾ. ചരക്കു ഗതാഗതത്തിൻ്റെ 80%-ഓളവും സമുദ്രമാർഗത്തിലൂടെയാണ് നടക്കുന്നതെന്ന് കൂട്ടുകാർക്കറിയാമല്ലോ. പനാമ കനാലിലൂടെയുള്ള ഗതാഗത മാർഗം വരുന്നതിന് മുമ്പ് സൗത്ത് അമേരിക്ക ചുറ്റി വേണമായിരുന്നു കപ്പലുകൾക്ക് പോകാൻ. അങ്ങനെ പോകുമ്പോൾ 15 ദിവസത്തോളം നീണ്ട യാത്രയും കപ്പലിൻ്റെ ഇന്ധന ചെലവും ചാർട്ടർ ഫീയും തൊഴിലാളികളുടെ വേതനവും വലിയ ഒരു തുക തന്നെയാകും. ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ആദ്യമായി മുൻകൈയെടുത്തത് ഫ്രഞ്ച് നയതന്ത്രജ്ഞനായിരുന്ന ഫെർഡിനൻഡ് ലെബ്സെ ആയിരുന്നു. പനാമ കനാൽ പോലെ തന്നെയുള്ള സൂയസ് കനാലിനെ കുറിച്ച് കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ? സൂയസ് കനാൽ നിർമ്മിച്ച വ്യക്തിയായിരുന്നു ഇദ്ദേഹം. അതേപോലെ പനാമയിലും ഒരു കനാൽ സമുദ്രനിരപ്പിൽ നിർമ്മിക്കാനായിരുന്നു അദ്ദേഹം പദ്ധതിയിട്ടത്. എന്നാൽ അതുപോലൊരു ഘോരവനം തുരന്ന് കനാൽ നിർമ്മിക്കുക എന്നത് ഏറെ പ്രയാസകരമായിരുന്നു. ഇതിനായുള്ള 14 വർഷത്തെ അശ്രാന്ത പരിശ്രമത്തിനിടയിൽ മണ്ണിടിച്ചിൽ മൂലവും മറ്റസുഖങ്ങൾ മൂലവും 21,000-ഓളം തൊഴിലാളികളാണ് മരണപ്പെട്ടത്. അതോടെ ആ പദ്ധതി ഉപേക്ഷിച്ചു. എന്നാൽ പനാമ കനാലിൻ്റെ സാധ്യതകളും ഗുണങ്ങളും മനസ്സിലാക്കിയ അമേരിക്ക പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഈ പദ്ധതിയുടെ മേലുള്ള പൂർണ്ണ അവകാശം അമേരിക്കയ്ക്ക് വേണമെന്ന് നിർബന്ധമുള്ളതിനാൽ ഒരു സൈനിക നീക്കത്തിലൂടെ കൊളംബിയയുടെ ഭാഗമായിരുന്ന പനാമയെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കി മാറ്റി. 1904-ൽ പനാമ കനാൽ പദ്ധതി പുനരാരംഭിച്ചെങ്കിലും അമേരിക്കൻ എഞ്ചിനീയർമാർ തിരിച്ചറിഞ്ഞു സമുദ്രനിരപ്പിലൂടെയുള്ള ജലപാത നിർമ്മാണം ഏറെ ക്ലേശകരമാണെന്ന്. എന്നാൽ പദ്ധതി ഉപേക്ഷിക്കാൻ തയ്യാറാവാതിരുന്ന എഞ്ചിനീയേഴ്സ് പുതിയ ഒരു വഴി കണ്ടുപിടിച്ചു. ആ പ്രദേശത്തിലൂടെ ഒഴുകിയിരുന്ന നദിക്ക് ഡാം കെട്ടി ജലനിരപ്പ് ഉയർത്തുക എന്നതായിരുന്നു അവർ കണ്ടെത്തിയ ഉപാധി. സമുദ്രനിരപ്പിൽ നിന്ന് 25 മീറ്ററോളം ഉയരത്തിലുള്ള ഈ ജലാശയത്തിലേക്ക് കപ്പലുകൾ ഉയർത്താനായി പ്രത്യേക ലോക്കുകളും അവർ നിർമ്മിച്ചു. സമുദ്രത്തിൽ നിന്നും കനാലിലേക്ക് എത്തിപ്പെടുന്ന കപ്പൽ 3 ലോക്ക് ചേംബറുകളുടെ സഹായത്തോടെയാണ് തടാകത്തിലേക്ക് ഉയർത്തപ്പെടുന്നത്. തടാകത്തിലൂടെ മറുവശത്തെത്തുന്ന കപ്പലിനെ മറ്റു 2 ലോക്കുകളിലൂടെ തിരിച്ച് സമുദ്രനിരപ്പിലേക്ക് എത്തിക്കുന്നു. എന്നാൽ ഈ ലോക്കുകളുടെ അളവിനനുസരിച്ച് കപ്പലിൻ്റെ വലിപ്പം പരിമിതപ്പെടുത്തേണ്ടതായി വന്നു. 320 മീറ്റർ നീളവും 33 മീറ്റർ വീതിയും 12 മീറ്റർ ആഴവുമാണ് പനാമ കനാലിലെ ലോക്ക് ചേംബറുകൾക്കുള്ളത്. ഈ അളവിനനുസരിച്ചുള്ള കപ്പലുകൾക്ക് മാത്രമേ പനാമ കനാലിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. പനാമാക്സ് എന്നറിയപ്പെടുന്ന ഈ അളവിലാണ് ഇതിലൂടെ പോകുന്ന കപ്പലുകൾ നിർമ്മിക്കപ്പെടുന്നത്. 82 കിലോമീറ്റർ നീളമുള്ള കനാൽ കടക്കാൻ കപ്പലുകൾക്ക് വെറും 10 മണിക്കൂർ മാത്രം മതി. ചരക്കു കപ്പലുകൾ മാത്രമല്ല, ക്രൂസ് ഷിപ്പുകളും യുദ്ധക്കപ്പലുകളും അടക്കം പനാമ കനാലിലൂടെ ടോൾ കൊടുത്ത് പോകുന്നുണ്ട്. കപ്പലുകളുടെ ഇനം, വലുപ്പം, ലോഡ് എന്നിവ പരിഗണിച്ചാണ് ടോൾ നിശ്ചയിക്കുന്നത്. ചരക്കു കപ്പലുകളുടെ ഗതാഗതം ഇത്രയും സുഗമമാക്കുന്ന പനാമ കനാൽ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ജലദൗർലഭ്യം. കനാലിലെ ലോക്കുകൾ പ്രവർത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള ജലം കൃത്രിമ ജലാശയത്തിൽ നിന്നാണ് എടുക്കുന്നത്. 10,000 കണക്കോളം ലിറ്റർ വെള്ളം വെറുതെ സമുദ്രത്തിലേക്ക് ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. ഇത് ജലദൗർലഭ്യം രൂക്ഷമാക്കുന്നു. ഇത് പരിഹരിക്കാനുള്ള ബദൽ മാർഗങ്ങൾ ചർച്ചയിലാണ്. പനാമ കനാൽ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ് എന്ന് പറയുന്നതിൽ ഒരു സംശയവുമില്ല എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. താങ്ക് യു ഓൾ.